Hello everyone, welcome back to another video. നെക്സസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള CMA USA ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ച് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അഡ്മിഷൻസ് ഒക്കെ നടക്കുകയാണ്. ഓൾറെഡി നമ്മൾ സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരങ്ങൾ വരെ വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റവല്യൂഷണറി സ്റ്റാർട്ടാണ് നെക്സസിനുള്ളത്. അപ്പം നെക്സസിൻ്റെ ഈ ഒരു ജേർണിയിൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഡിയർ CMA ആസ്പിറൻസ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കാമ്പുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഓൺലൈൻ ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സസിൻ്റെ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാം. 40,000 റുപ്പീസാണ് ഓൺലൈന് മേടിക്കുന്നത്. സോ അത്രയും ലോവസ്റ്റ് ഫീയിൽ CMA USA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സസിലാണ്. ആൻഡ് റീടേക്ക് ഓഫർ, നിങ്ങൾ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ റീടേക്ക് ഓഫർ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ 2 സ്ഥാപനങ്ങൾ ഈ റീടേക്ക് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ചാണക്യ ബിസിനസ് സ്കൂളാണ്, 2 നെക്സസ് ഇൻ്റർനാഷണൽ ആണ്. അതായത് നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളോട് കൂടെ നിൽക്കാൻ നെക്സസ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. CMA എക്സാംസ് പാസ്സായാൽ മാത്രം പോരല്ലോ, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 2 വർഷത്തെ ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. നെക്സസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ 2 വർഷത്തിൽ മിനിമം 6 മാസത്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സസിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 2 വർഷം കംപ്ലീറ്റ് ചെയ്യേണ്ട, മറിച്ച് 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷത്തിനടുത്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആവാൻ പറ്റും. കാരണം അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു വിദ്യാർത്ഥി ഈ ഒരു കോഴ്സ് പഠിക്കാൻ, CMA USA എന്നൊരു കോഴ്സ് പഠിക്കാൻ ഇന്ന് കേരളത്തിലൊരു വിദ്യാർത്ഥി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പാസ്സാവാനും സർട്ടിഫൈഡ് ആവാനും വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലാസിൻ്റെ ക്വാളിറ്റിയെ പറ്റി സംശയം ഉണ്ടെങ്കിൽ തിയറി പേപ്പേഴ്സ് എടുക്കുന്നത് ഞാനാണ്. ബാക്കിയുള്ള പ്രോബ്ലം പേപ്പേഴ്സ് എടുക്കുന്നത് മൾട്ടിപ്പിൾ ഫാക്കൽറ്റീസ് ഉണ്ട്. എല്ലാവരും തന്നെ എക്സ്പേർട്ടൈസ്ഡ് ആണ്, CMA ക്വാളിഫൈഡ് ആണ്. CMA എക്സാമും CMAയുടെ എക്സാം സ്ട്രക്ചറും സിലബസും കാര്യങ്ങളും ക്വസ്റ്റ്യൻ രീതി എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന നല്ല ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പേടിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയധികം ഓഫേഴ്സും കാര്യങ്ങളും നമ്മളൊരു റെവല്യൂഷനായിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇന്നറിയാം, ഇന്നൊരു സ്ഥാപനം തുടങ്ങിയിട്ട് 1 ലക്ഷം രൂപ ഫീസ് ഇട്ട് ഈ കോഴ്സ് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മളത് ചെയ്യില്ല. കാരണം എന്താണ്? അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ നെക്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നല്ല ക്വാളിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള കുറച്ച് വിഷമം തോന്നിയ കുറച്ചുകൂടി ഇൻസിഡൻസ് ഉണ്ട്. കാരണം നെക്സസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു കുട്ടി എൻക്വയറി ചോദിച്ചു വരുന്ന സമയത്ത് നമുക്ക് അത് ഓൺലൈൻ ആഡ്സ് വഴിയുള്ള എൻക്വയറി ആണെങ്കിലും ഡയറക്റ്റ് എൻക്വയറീസ് ആണെങ്കിലും ഫസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുന്നത് എന്നെയാണ്. ഞാൻ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ടെലികോളറിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റാഫിലേക്കോ നമ്മളതിനെ റീഡയറക്റ്റ് ചെയ്ത് വിടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിനെ പറ്റി എനിക്കറിയാവുന്നതുപോലെ ഒരു സ്റ്റാഫിന് അറിയാൻ പറ്റില്ല. എനിക്കറിയാവുന്നതുപോലെ നമ്മൾ പെയ്ഡായിട്ട് വെച്ചിരിക്കുന്ന ഒരു അഡ്മിഷൻ കൗൺസിലർ അറിയാൻ പറ്റില്ല. കേരളത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങൾ എടുത്ത് നോക്കൂ, അവിടെ നിങ്ങളോട് സംസാരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് CMA കംപ്ലീറ്റ് ആയവരല്ല, CMA പഠിച്ചവരല്ല. അവർ അഡ്മിഷൻ ഓഫീസേഴ്സാണ്. അവരുടെ ജോലി നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നുള്ളത്, അതാണ് അവരുടെ സ്കില്ല്. അങ്ങനെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവരെയാണ് ആ പോസ്റ്റിൽ വെച്ചിരിക്കുന്നത്, അല്ല CMA പഠിച്ച് പാസ്സായവരല്ല. സോ നെക്സസിൽ ഒരു എൻക്വയറി വരുന്ന സമയത്ത് CMA പഠിച്ച ഫാക്കൽറ്റി ആയിട്ട് ഇത്രയധികം വർഷം വർക്ക് ചെയ്ത ഒരാളുമായിട്ടാണ് സംസാരിക്കുന്നത്. സോ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോസ് ആൻഡ് കോൺസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, മെറിറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ജെന്യുവിനായിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ഫേക്കായിട്ടുള്ള ഡ്രീംസ്, അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്, ഇല്ലാത്ത കാര്യങ്ങൾ തരും എന്ന് പറയുന്നൊരു വാചകം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് എന്താണോ അത് വ്യക്തമായിട്ട് പറയും. കോഴ്സിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതി എന്താണോ, അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണോ അത് തന്നെ പറയത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൃത്യമായിട്ട് ഈ കോഴ്സിനെ പറ്റി ഒരു ബോധ്യം വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്മിഷനിലേക്ക് പോകാറുള്ളൂ. അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇന്ന് എടുത്തില്ലെങ്കിൽ നാളെ ഫില്ലായി പോകും കേട്ടോ, ബാച്ച് ഫില്ലാവും കേട്ടോ എന്നൊന്നും ഒരു വാക്കും പറയാറില്ല. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അഡ്മിഷൻ ഫീ അടച്ച് രജിസ്റ്റർ ചെയ്യുക എന്ന് മാത്രമേ പറയാറുള്ളൂ. അതിനുശേഷം ഫോർമാലിറ്റീസിന് വേണ്ടി മാത്രം, ഫോളോ അപ്പിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ സ്റ്റാഫിനെ കൊണ്ട് കോൾ ചെയ്യിപ്പിക്കുക. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, പല വിദ്യാർത്ഥികളും ഇങ്ങനെ റിയലിസ്റ്റിക്കായിട്ട് സംസാരിക്കുന്നതിന് താല്പര്യമില്ല. അവർക്ക് വേണ്ടത് ഫേക്കായിട്ടുള്ള ഡ്രീംസാണ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് പറയുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് അവർക്ക് കൂടുതൽ ചായ്വ് വരുന്നത്. ഞാൻ പറയാണ്, CMA SEC ഒക്കെ പറയുന്ന കോഴ്സുകളെന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കും എന്ന് കരുതി പാസ്സായ ഉടനെ നിങ്ങൾ ലക്ഷപ്രഭുവും കോടീശ്വരനൊന്നും ആവില്ല, പാസ്സായ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവില്ല എന്ന് ഞാൻ പറയുമ്പോൾ മറുവശത്തത് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോഴ്സ്. ഇത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടിയേ വരത്തില്ല. ഇത്ര ലക്ഷം, 10 ലക്ഷം പെർ ആനം, 20 ലക്ഷം പെർ ആനം കോർപ്പറേറ്റ് കമ്പനികൾ വന്ന് നിങ്ങളെ കൊത്തിക്കൊണ്ടുപോകും. ഈ ലെവൽ ടോക്കായിരിക്കും എവിടെ നിന്ന് വരിക?
മറു സൈഡിൽ നിന്ന് വരിക. അപ്പോൾ അവിടെ കോമൺ സെൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്ത് മനസ്സിലാക്കും? ജെനുവിനായിട്ട് പറയുന്നത് മനസ്സിലാക്കിയിട്ട് ഡിസിഷൻ എടുക്കും. പക്ഷേ മെജോറിറ്റി ആൾക്കാരെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് അവർക്ക് ഈ ജെനുവിൻ ടോക്കല്ല വേണ്ടത്, മറ്റേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹൈറ്റ് ടോക്കാണ് വേണ്ടത്. അത് കിട്ടുമ്പോൾ അവർക്ക് എന്തോ ഒരു ഡോപ്പമൈൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്നോട് ഡയറക്റ്റ്ലി 2-3 ദിവസം ഈ കോഴ്സിനെ പറ്റി ഏറ്റവും കാര്യങ്ങൾ സംസാരിക്കുകയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ചില വിദ്യാർത്ഥികൾ 1-2 ദിവസം കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, സാർ ഞാൻ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുത്തു. അങ്ങനെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പെയിൻ ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഈ കുട്ടികൾ തന്നെയായിരിക്കും പിന്നീട് പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഈ കോഴ്സുകളുടെയൊക്കെ റീൽസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടും, ചതിച്ചു, എന്നെ ചതിച്ചതാ, എന്നെ പറ്റിച്ചതാ, എന്നിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറ്റം പറയും. സത്യത്തിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണോ തെറ്റുകാർ? അല്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം നിങ്ങളുടെ മുന്നിൽ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉള്ളപ്പോൾ, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളപ്പോൾ നിങ്ങൾ ഫേക്കായിട്ടുള്ള ഡ്രീംസിൻ്റെ പിറകെ പോയത് കൊണ്ടാണ് ചൂഷണം ചെയ്യപ്പെടുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ റിയൽ ആയിട്ടുള്ളൊരു മാനസിക എനിക്ക് വിഷമം തോന്നിയ കേസ്. 1-2 കുട്ടികൾ വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇരട്ടി പൈസയും കൊടുത്ത് മറ്റൊരു സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്തപ്പോൾ പേഴ്സണലി എനിക്കത് വളരെയധികം വിഷമം തോന്നി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി നമ്മൾ പ്രൈസ് കുറച്ച് കൊടുക്കുന്നതാണോ ഇവർക്ക് പ്രശ്നം? 80,000 1 lakh ഒക്കെ ട്യൂഷൻ ഫീസ് ഇട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ വന്നാലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അതിനല്ലല്ലോ നമ്മൾ നെക്സസ് സ്റ്റാർട്ട് ചെയ്തത്. അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യണം, മാർക്കറ്റിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നെക്സസിൻ്റെ ഒബ്ജക്റ്റീവ്. സോ ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നിലനിൽക്കും. നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിലവിൽ തന്നെ അത്യാവശ്യം ഈ ബാച്ച് റൺ ചെയ്യാനുള്ള രീതിയിലുള്ള അഡ്മിഷൻസ് നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ്. പക്ഷേ ഇങ്ങനെയുള്ള 1-2 ഇൻസിഡൻസ് വരുന്ന സമയത്ത് ആസ് എ പേഴ്സൺ നമ്മൾ ഭയങ്കര ബിസിനസ് മാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റുഡൻസിനൊരു ഹെൽപ്പും കൂടെ ചെയ്യുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലും സന്തോഷത്തിലും കൂടെയാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു പെയിൻ വന്നു. ആ പെയിൻ്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും CMA പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നൊരു കൂടുതൽ ആൾക്കാരും പല സ്ഥാപനങ്ങളായിട്ട് CMA USA പഠിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു പൊരുൾ മനസ്സിലാവും. പക്ഷേ പുതുതായിട്ട് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ചാനലിലേക്ക് വരികയും ഇവിടെ ഈ വീഡിയോയുടെ അടി വന്ന് കമൻറ്റ് ഇടാനും പോകുന്നത്. നെക്സസിൽ പഠിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. CMA നിങ്ങളെ പാസ്സാക്കിയിരിക്കും, നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകിയിരിക്കും, സ്കിൽഡ് ആക്കിയിരിക്കും. ഒരു ജോബ് മാർക്കറ്റിൽ ഇന്നത്തെ റിയൽ വേൾഡിൽ വേണ്ടുന്നത് സ്കിൽസാണ്. ക്വാളിഫിക്കേഷനൊപ്പം സ്കിൽസ് തന്നിരിക്കും. അത് നെക്സസിൻ്റെ ഗ്യാരണ്ടിയാണ്, ബിപിൻ ചന്ദ്രൻ്റെ ഗ്യാരണ്ടിയാണ്. താങ്ക് യു.